165 രൂപയുടെ മേടിക്കുന്നതും വിത്ത് ബ്ലൗസ് ആണ്. ഇങ്ങോട്ടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ സാരി 70 രൂപ, 50 രൂപ, 100 രൂപ. 20,000 30,000 രൂപയ്ക്കൊന്നും നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരരുത്. വഴിയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് പോലും ഇല്ല നടക്കാനായിട്ട്. നമുക്ക് ഇതിന്റെ പേരൊക്കെ നോക്കാം. ഷെൽമി സാരീസ് 150-160 रुपीज से आपको विद ब्लाउज विद पल्लू. ഈ 250 സാരിയും ഒപ്പിച്ചത് നമ്മുടെ സഞ്ജയ് ഭായി ആണ്. ഈ വഴിക്ക് അങ്ങോട്ട് കയറാം അല്ലേ? അതെ, ഈ വഴിക്ക് ഇങ്ങോട്ട് വരിക. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാക്കിൽ കാണുമ്പോൾ മൊത്തം ഫ്ലൈ ഓവറില്. യെസ്, നമ്മളിപ്പോ സൂറത്തിലുള്ളത്. സൂറത്തില് എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് പ്രിൻസ് ഭായ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടികിട്ടിണ്ടാവും. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ എന്നാലും നമ്മൾ വിളിക്കാറ് പ്രിൻസ് ഭായ്. യെസ്, എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നത്? എപ്പോ എത്തി? ഇന്ന് കാലത്ത് എത്തിയുള്ളൂ. അപ്പൊ പ്രിൻസ് ചേട്ടനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളിയാണ്. ഈ ഒരു ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലെ? നമ്മുടെ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ കേരളക്കാരാന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ സാരി കൊടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കടയിലേക്ക് പോകാനുള്ള വഴി എങ്ങനെയാന്ന് അത് പറയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ റോട്ടിൽ നിന്നത്. അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഇവിടുന്ന് 1 കിലോമീറ്റർ വന്നിട്ട് ഇതാണ് സഹാറ ദർവാജ പോലീസ് ചോക്കി എന്ന് പറയുന്നത്. ഈ RBL ബാങ്ക് പോലീസ് ചോക്കി, സഹാറ ദർവാജ പോലീസ് ചോക്കി. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഈ ഞാൻ ഒന്നുകൂടി പറയാം. റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് നമുക്ക് ഓട്ടോ പിടിക്കുമ്പോൾ ഒരു 50 രൂപ കൊടുക്കും. 40 രൂപ 50 രൂപ. ആ ഓട്ടോ ഇവിടെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ആവുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് വണ്ടി പോവില്ല. അപ്പൊ പറയുമ്പോ സഹാറ ദർവാസ പോലീസ് ചൗക്കി എന്ന് പറയണം. എന്നാലാണ് ഈ മൂലയ്ക്ക് കൊണ്ട് നിർത്തോളൂ. ഇവിടെ ഫുൾ ഫ്ലൈ ഓവർ ആണ്. ഇനി അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നടക്കണം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ സാഗർ ഷോപ്പിംഗ് സെന്റർ ഉണ്ട്. സാഗർ ഷോപ്പിംഗ് സെന്റർ. ഈ സാഗർ ഷോപ്പിംഗ് സെന്ററിന്റെ അവിടുന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് കടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമ്മുടെ ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് എത്തേണ്ടത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ പേര് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ആ ബിൽഡിങ്ങിന് 2nd ഫ്ലോറിലേക്ക് പോകേണ്ടത്. അപ്പൊ ശരിക്കുള്ള വഴി ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. സാറാ ദർവാസ ആ മൂല ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് ചോക്കി എടുത്ത് പറയണം. അല്ലെങ്കിൽ റിംഗ് റോഡ് സാറാ ദർവാസ പറഞ്ഞാൽ മതി. ഇത് ആക്ച്വലി എന്താ സംഭവം വെച്ചാൽ ഈ ഫ്ലൈ ഓവർ ഇല്ലേ, ഇതിന്റെ ഇപ്പുറത്തായിട്ടാണ്. അത് സഹാറ ദർവാസ, ഇത് റിംഗ് റോഡ്, അങ്ങനെ അങ്ങോട്ടല്ലേ? അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് നല്ല ട്രാഫിക് ആണ്. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങുക. അതെ, അപ്പൊ എപ്പോഴും തിരക്കുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇത് സൂറത്താണ്, മാർക്കറ്റ് ഏരിയ ആണ് വരുന്നത്. കുറച്ചുകൂടി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇത് PTM അല്ലേ? PTM പത്മാവതി ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ഇത് കുറച്ചുകൂടി അടുത്തുള്ള ലാൻഡ് മാർക്ക് നമ്മൾ കാണിച്ചു തരണം കേട്ടോ. PTM എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അപ്പൊ നടക്കാനുള്ള വഴിയുള്ളൂ. അവിടെ ഒരു 2 മിനിറ്റ് പോലും ഇല്ല നടക്കാനായിട്ട്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഞാൻ ആ ഒരു ബിൽഡിംഗ് കാണിച്ചു തരാം. എങ്ങനെയായിരിക്കും ബിൽഡിങ്ങിന്റെ ലുക്ക് കാര്യങ്ങള്. അപ്പൊ ഈ പ്രാവശ്യം എന്താ വെറൈറ്റി നമുക്ക് കാണിക്കണേ? ഈ പ്രാവശ്യം നമ്മള് സാരികളെ പറ്റി ആദ്യം നമ്മൾക്ക് സാരി കാണാം. ഇപ്പൊ ഉടുത്തിരിക്കുന്ന പോലുള്ള സാരികളൊക്കെ കാണണ്ടേ? അപ്പൊ ആ സെയിം സാരികൾ നമുക്ക് ഒന്നുകൂടെ കാണാം. അതിന്റെ ബോക്സ് പാക്കിങ്ങും പുതിയ വെറൈറ്റികൾ, ഒരു രക്ഷയില്ലാത്ത വെറൈറ്റികളാണ് ഈ പ്രാവശ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബിൽഡിംഗ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബിൽഡിംഗ്. ഇതാണ് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ആ ബിൽഡിംഗ് പറയുവാണെങ്കിൽ ഈ ഷേർവാണി എന്ന് പറയുന്ന ഈ ഷേർവാണി ഹൗസ് എന്ന് പറഞ്ഞ ഇതിന്റെ തൊട്ടപ്പുറത്താണ്. അവിടെ താഴെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബാങ്കിന്റെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അപ്പോൾ എളുപ്പമാണ്. കുറച്ചുകൂടി അടുത്തുള്ള ലാൻഡ്മാർക്ക് കാര്യങ്ങളൊക്കെ പറയണം. നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് വണ്ടി അയച്ചു തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. എന്റെ ഈ നമ്പറിലോട്ട്, എന്റെ ആദ്യത്തെ നമ്പറിൽ, ആ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. പ്രിൻസ് ചേട്ടൻ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാനിവിടെ ഉണ്ടല്ലോ. അതെ, അപ്പൊ സൂറത്തിലെ ഈ ഒരു തുണിയുടെ ആവശ്യം മാത്രമല്ല, സൂറത്തിലെ ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. കേരള സമാജമായിട്ട് ബന്ധപ്പെട്ട എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, ലോക്കൽ ആവശ്യം എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. പൂർണ്ണമായിട്ട് എന്നെ വിശ്വസിക്കാൻ വിളിക്കാം. ശരിക്ക് കേരള സമാജത്തിന്റെ ആരായിട്ട് വരും? കേരള സമാജത്തിന്റെ മെമ്പർ എന്നേ ഉള്ളൂ. ഒരു മെമ്പർ സൂറത്തിലത്തെ കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ അല്ല, സൂറത്തിലെ കേരള സമാജത്തിന്റെ ഒരു മെമ്പറും കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കളക്ഷൻസ് ഫുൾ ആയിട്ട് കാണാം. ഉടുത്ത സാരീസിന്റെയും അതിന്റെ വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള. അപ്പൊ 2nd ഫ്ലോറിലേക്ക് പോവാം. യെസ്, നല്ല തിരക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി 2nd ഫ്ലോറിലേക്ക് എത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? എന്തായാലും പോവാം, നമുക്ക് 2nd ഫ്ലോറിലേക്ക് പോവാം.
ഈ വഴിക്ക് അങ്ങോട്ട് കയറാം അല്ലേ? അതെ അതെ, ഈ വഴിക്ക് ഇങ്ങോട്ട് വരിക. അതിന്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന അതേ സെയിം വഴിയാണ് ഇങ്ങോട്ട് വരിക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഫ്രണ്ടിൽ കാണുമ്പോൾ, പക്ഷെ സ്റ്റെപ്പ് കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ലിഫ്റ്റ് ഉണ്ടല്ലോ. ലിഫ്റ്റ് ഉണ്ട്, അപ്പൊ ലിഫ്റ്റിൽ കൂടെ പോവാ, സെക്കൻഡ് ഫ്ലോറിലേക്ക് കിടക്കാം. ലിഫ്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോവാം. ഇതിന്റെ രണ്ടാമത്തെ ഫ്ലോറിൽ വന്ന് നോക്കുക. അപ്പൊ ലിഫ്റ്റ് സൗകര്യം ഉണ്ട്, മുന്നിൽ സ്റ്റെപ്പ് കാണും, സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരികയാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ ലിഫ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട, പ്രിൻസ് ചേട്ടൻ ഒന്ന് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്നും വേണ്ട. അല്ല എന്നാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ കാര്യം ചിലർക്ക് വിളിച്ച് പറയണതും അതുപോലെ തന്നെ നേരിട്ട് വരുന്നതിന്റെ ഒരു സുഖം വേറെ ഇല്ലേ. അപ്പൊ ഞാൻ ചിലർ പറയും നേരിട്ട് പോയി നോക്കാം എന്താണ് അതിന്റെ ഫീലിംഗ്, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. എന്തായാലും പോവാം, ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്നതാണ് നിമാവരി. ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നിമാവരി സിൽക്ക് മിൽസ് ഇതാണ് ശരിക്കും ഷോപ്പിന്റെ നമ്പർ വരുന്നത് എത്ര? 1006-1007. ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇത് മാത്രമല്ല അപ്പുറത്തെ സൈഡും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ഒന്ന് അകത്തേക്ക് കയറാം അല്ലേ. നിറച്ച് വെറൈറ്റീസ് ഒക്കെ കാണാം. അപ്പൊ നിമാവരി സിൽക്ക് മിൽസിൽ പ്രിൻസ് ബൈ കയറും. കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ എല്ലാവരും ഉണ്ട്. पिछली बार का लोग वही सब है कर कैसा बोल रहे थे? नमस्ते, कैसे हो? बढ़िया, एकदम बढ़िया, एकदम बढ़िया। कुछ 1 साल होने को आ रहा है शायद। बिल्कुल 1 साल होने को आया है और आपके जो व्यूअर्स हैं उन्होंने हमारे को बहुत अच्छा सपोर्ट किया है। और हम चाहते हैं कि मतलब आपके इस तरह से आने से जो सेल बढ़ेगी, जो व्यूअर्स को नया चीज मिलने जा रहा है, वो उन लोगों की तरक्की के लिए बहुत वो होने वाला है। उनको सब नई चीज़ें मिलेगी, रेट वेराइटी सब अच्छा मिलने वाला है। तो मेरी तरफ से आपके सभी व्यूअर्स को वेलकम है, आइए और परचेजिंग कीजिए। ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ സഞ്ജയ് ഭായി ആണ് നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ക്ഷേത്രത്തിൽ എൻ്റെ കയ്യിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് 250 സാരി വേണമായിരുന്നു. ഈ 250 സാരിയും ഒപ്പിച്ചത് നമ്മുടെ സഞ്ജയ് ഭായി ആണ്. സഞ്ജയ് ഭായി ആണ് എല്ലാ കാര്യങ്ങളും, കേരള ടേസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും पूरा बढ़िया टेस्ट मिलेगा मैडम। संजय भाई आपकी भाषा मुझे समझ में नहीं आती है, लेकिन जो टेस्ट है यहाँ का, केरला जो टेस्ट है वो पूरा प्योर मिलने वाला है। केरला टेस्ट मतलब ഇതിപ്പോ ഒരാൾ പറഞ്ഞ ഒരു ടേസ്റ്റിന്റെ ഒരു തുണിയാണിത്. ഈ തുണി ഞാൻ അങ്ങോട്ട് സഞ്ജയ് ഭായിക്ക് കൊടുക്കും. സഞ്ജയ് ഭായി ഇത് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് മില്ലിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് തരും. അതാണ് സഞ്ജയ് ഭായി അതാണ് ആളുടെ ഇവിടുത്തെ ജോലി. സഞ്ജയ് ഭായിയുടെ ജോലി ഇതാണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമ്മുടെ ആൾക്കാർക്കൊന്നും ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സഞ്ജയ് ഭായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് സാരി പറഞ്ഞാലും ഇപ്പൊ നിങ്ങളോട് അല്ലെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ടേസ്റ്റ് ഉണ്ട് കേരളത്തിലുള്ള എല്ലാവരും ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ പ്രത്യേക ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ നമ്മൾ സഞ്ജയ് ഭായിക്ക് പറഞ്ഞു കൊടുത്താൽ സഞ്ജയ് ഭായി അത് ഉണ്ടാക്കി തരും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചില ഡിസൈൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ചിലവർക്ക് ചില കല്യാണത്തിന്റെ ഡിസൈനോ കാര്യങ്ങളോ എന്തോ വേണമെങ്കിലും സഞ്ജയ് ഭായിയോട് പറഞ്ഞാൽ മതി. സഞ്ജയ് ഭായി അത് മില്ലിൽ, പക്ഷേ അത് ഒരു ക്വാണ്ടിറ്റി വേണം, ഒരു 100 പീസ് 150 പീസ് ക്വാണ്ടിറ്റി വേണം. അപ്പൊ ഒരു അമ്പലത്തിലേക്കുള്ള ഉത്സവം 250 സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സഞ്ജയ് ഭായി അത് ഒപ്പിച്ചു തന്നു. जो भी टेस्ट है उसके अंदर में जितना पीस चाहिए, 1 से लेके 1000 पीस तक भी चाहिए तो हमारे यहाँ वो रेडी मिलेगा आपको। 1000 पीस मैंने ये बोला अगर कोई पर्टिकुलर चीज का चाहिए आपको, वो चीज का अगर डेवलपिंग भी हम करके देंगे। डेवलपिंग मैन्युफैक्चरिंग अपना पूरा है, जो भी अगर डेवलपिंग चाहिए तो वो भी होगा। അപ്പോൾ മാനുഫാക്ചർ ഡെവലപ്പിംഗ് എല്ലാ കാര്യങ്ങളും ഏത് ഡിസൈൻ ഏത് പ്രിന്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ സഞ്ജയ് ഭായി. പക്ഷേ ഇവിടുന്നാണ് അങ്ങോട്ട് പോകുള്ളൂ. വിളിച്ചിട്ട് സഞ്ജയ് ഭായിക്ക് അത് റിപ്പോർട്ട് കൊടുക്കും. സഞ്ജയ് ഭായി അത് കറക്റ്റ് ആയിട്ട് ചെയ്തുതരും. ഇനി ഇതിന്റെ ഇടയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഹായ് ബോലിए ना जस्ट हेलो कैसे हो? एकदम मैचिंग लिपस्टिक और मैचिंग ആണ് ഇട്ടിരിക്കുന്നത്. सब ऐसे रोज ऐसे है क्या? मैचिंग पहन के आती है क्या? नहीं अलग-अलग साड़ी पहन के आ सकते तो अलग-अलग पहन साड़ी नहीं पहन के आ सकते तो अलग-अलग कुछ ब्यूटी में कुछ जैसे एमएस लिया हो कुछ ज्यादा ബ്യൂട്ടിയിൽ ഗ്രേഡ് എടുത്ത മാതിരിയാണ്. അപ്പൊ ഇത് ഫുൾ കളക്ഷൻസ് അതുപോലെ തന്നെ മോളിലും ഇപ്പൊ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി സൗകര്യങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം. അതെ, ഇവിടുന്ന് 2-3 ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സായി പോലെ भैया जी, अरे दिखाओ तो सही, अपना फेस तो दिखाओ. और था ना 2-3 അവര് പോയാന്ന് പോട്ടെ. ഓക്കെ, ഇനി നമ്മുടെ സാറാണ് മായങ്ക് സാറാണ് ഇരിക്കുന്നത്. നമ്മുടെ മായങ്ക് ഭായ്, നമ്മുടെ സ്വന്തം മായങ്ക് ഭായ്. वहाँ पे बैठने से अच्छा आप यहाँ पे आ जाओ. हाय, कैसे हो? मैं बढ़िया, आप कैसे हो? बहुत सालों से मिल रहा है, ऐसा फील हो रहा है. लेकिन आके हाँ 1 मिनट आप माइक देती थे तो आप जो बोल रहे हो सुनाई नहीं देगा. ओके, कैसे हो? मैं बढ़िया, आप कैसे हो? बस बढ़िया. हाँ, और कैसा लगा आपको पिछली बार का वीडियो? बहुत अच्छा था. अच्छा था, कस्टमर्स को भी बहुत अच्छा लगा. हमें भी आपका रिस्पांस और
इतना सब रेगुलर सेलिंग हुआ तो एक अच्छा एक्सपीरियंस था. ഒരു ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തത്. ആ വീഡിയോന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നല്ല ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല. ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതിലെല്ലാം അപ്പുറം ഒന്നും പറയാല്ലേ. ഇനി भाई आधा मलयाളം सीख लिया. आधा नहीं पूरा मलयाളം सीख लिया. ഞാനില്ലെങ്കിലും പുള്ളി ഒരു ദിവസം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തോളും. ഒന്ന് 10-20 ഒന്ന് പറഞ്ഞു ജസ്റ്റ് बाद में वीडियो में देख വീഡിയോ बताते. അപ്പൊ ഇനി ഓക്കെ സസ്പെൻസ് ആണ്. ഇനി ഇവിടെ മാത്രമല്ല നമുക്ക് ഈ ഒരു സൈഡിലും ഫുൾ വെറൈറ്റീസ് ഇരിക്കുന്ന ഫുൾ സാരീസിന്റെ വെറൈറ്റീസ് ആണ് ഈ ഒരു സൈഡ് മൊത്തം ഇരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഓൺലൈൻ നോക്കുന്നു. ഓൺലൈൻ്റെ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ അനൂപ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അനൂപാണ്. ഇത് നമ്മുടെ ദീപു. हाय तो बोलिए, हाय तो बोलिए वहाँ पे. हाँ दीपू, कौन सा भाषा बोलते हैं? हिंदी. हिंदी बस ना. हाँ तेलुगु तमिल वाला बोलने कुछ है क्या? सब मिल जाएंगे. तो भी वो लोग को बुलाओ ना यहाँ पे. सब लोग को जरा हाय तो बोलना है. തെലുങ്കുവിന്റെ ഉണ്ട്. നമുക്ക് പിന്നെ വേറെ ഭാഷകളിലുള്ള യു പി എല്ലാ ടേസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. सब लैंग्वेज और सब टेस्ट. ഇന്ത്യയിലെ 4 ബുക്കിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അവര് വീഡിയോ കോളിൽ എന്താണ് സംഭവം അറിയില്ല. എന്തോ ബിസി ആയിട്ടിരിക്കണത്. थोड़ा 2 मिनट के लिए बाहर आइए. പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. मतलब लेडीज तो बहुत सारे स्टाफ्स है. 1 मिनट आइए ना. जस्ट हाय हेलो बोलेंगे उसके बाद दिखाते हैं हम लोग. बोलिए यहाँ पे आओ यार. क्या लड़की देखने के लिए लड़का आ रहा है ऐसा बैठा है तुम लोग? नहीं आप बता दो और भी कोई लैंग्वेज से हो तो कांटेक्ट. ये कौन सा लैंग्वेज है? तेलुगु ഉണ്ട്. അതുപോലെ തന്നെ മലയാളം, മറാഠി, ഹിന്ദി, इंग्लिश. और आप कौन सा लैंग्वेज का है? हिंदी भोजपुरी. भोजपुर में बोले ना. हमारा केरल वाले को यहाँ पे आने के लिए बोलो. क्या नाम है? क्या नाम है? नहीं, केरला वाले को यहाँ पे आने के लिए बोलो. हाँ, केरला वाले यहाँ पे आने के लिए भोजपुरी में बोलो. अरे आपका भाषा ही बोलने को बोल रही हूँ मैं. हाँ नहीं शर्म आ गया मुझको. वैसे नाम तो बता दो आपका. सोनी पासवान. हाँ चलो वो तो बुला नहीं ना. चलो और कोई था? हाँ ये राजस्थानी. और आप? राजस्थान से. राजस्थान में कौन सा लैंग्वेज बोलते हैं? राजस्थान में नॉर्मल राजस्थानी लैंग्वेज ही बोलते हैं. हिंदी मेन बोलते हैं ना? हाँ मेन हिंदी और राजस्थान में कुछ बोलिए ना. खम्मागढ़ी. नमस्कार ऐसा इसका. हाँ और कौन सा लैंग्वेज बोला आपने? बस हिंदी नॉर्मल जो अभी मैं बोल रही हूँ वो. ओके थैंक यू. वैसे नाम ने पूछा मुझे. रीना नाम. रीना. सोनी. सुजाता. और अभी कोई है? और भी 2 लोग हैं. आओ यार. मराठी. हाँ ये यूपी से बोले कुछ. कैसे रालबा. हाँ हिंदी बोल के वो भी लैंग्वेज बोल गया. चलो और अभी हम കളക്ഷൻ की तरफ जाते हैं. അപ്പൊ ഇനി കളക്ഷൻസ് ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെ കാണിച്ചവരെല്ലാവരും നമ്മുടെ പല ലാംഗ്വേജിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് തന്നെ വേറെ ലാംഗ്വേജ് എന്തോ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ. ഞാനാണ് തമിഴും മലയാളം ഒക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനി ലാംഗ്വേജ് മറുപടി നോക്കുന്നത് ആ പെങ്കുച്ചാണ്. അതുപോലെ തന്നെ തെലുങ്കുണ്ട്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇവിടെ കിട്ടുന്നതാണ്. ഏത് ലാംഗ്വേജിലുള്ളവർ വിളിച്ചാലും ഇവിടെ നിങ്ങളെ ഡീൽ ചെയ്യാൻ തയ്യാറാണ്. ഐറ്റംസും റെഡിയാണ്. ഓക്കെ तो शुरू करते हैं. ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് എന്താ കാണിക്കാൻ പോണത്? ഇതെല്ലാം ബോക്സിന്റെ കളക്ഷൻ ആണ്. ബോക്സ് കളക്ഷൻ എന്ന് പറയും. ബോക്സ് അതായത് മൽമൽ കോട്ടൺ തൊട്ട് ബോക്സിലായിരിക്കും ഇത് വരുന്നത്. जी लास्ट टाइम जैसे मलमल कॉटन और बरखा जो कैटलॉग दिखाया था काफी बहुत अच्छा रिस्पॉन्स आया था. മൽമൽ കോട്ടലും ബർക്കയും ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. നമ്മുടെ ഫേവറേറ്റ് അതായിരുന്നു. അപ്പൊ മൽമൽ കോട്ടല്ല नया वॉल्यूम महेश्वरी कॉटन रहता है. ये प्योर महेश्वरी कॉटन पे कैटलॉग आइटम वेरा कलर वेरा डिजाइन 10 पीसेस. 10 പീസ് എടുക്കണം എന്ന് നിർബന്ധം. 10 പീസ് എടുക്കണം. കാരണം ഇത് ഒരു ബോക്സ് आएगा. ऐसे पैकिंग देखो कैटलॉग के साथ कंप्लीट. സെയിം സാരിയാണ് ഇപ്പൊ ഈ കാണുന്നത്. ബോക്സ് പാക്കിങ്ങിൽ ഒരു വ്യത്യാസമില്ല. കളർ ഡിസൈൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കാം. ഇതിന്റെ पोस्टर पैकिंग के साथ आएगा. പോസ്റ്റർ പാക്കിംഗ് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഇതിപ്പോ വരുന്നത് ഏത് മെറ്റീരിയലാ? ഇത് मलमल कॉटन. मलमल कॉटन. कॉन्ट्रास्ट ब्लाउज आएगा. देखो पर्पल के साथ यहाँ पे पिंक का कॉम्बिनेशन है. ഈ ശരിക്കും ഫോട്ടോയിലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇത് വരുന്നത് മുന്താണിയുടെ പോർഷൻ അല്ലേ? മുന്താണിയുടെ പോർഷൻ. പിന്നെ അതുപോലെ തന്നെ ഉള്ളില് ഓവറോൾ നോക്കണേന്ന് വെച്ചാൽ മൽമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. ഇവിടുന്ന് മേടിക്കുന്ന സാരികൾക്കെല്ലാം ബ്ലൗസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. എല്ലാ സാരിക്കും വിത്ത് ബ്ലൗസ് ആണ്. വിത്ത് ബ്ലൗസ്. അത് 165 രൂപയുടെ മേടിക്കുന്നതും വിത്ത് ബ്ലൗസ് ആണ്. ആൾക്കാരുടെ ഏറ്റവും വലിയ ചോദ്യമാണ് ബ്ലൗസ് ഉണ്ടോ. വിത്ത് ബ്ലൗസ് ആണ് ഏത് സാരി എടുത്താലും. वीडियो में काफी लोग क्या केरला से जो 30-40 वाले वीडियो सूरत में बहुत बना रहे हैं 30 रुपीज 40 रुपीज. तो वही मेरा मैसेज है. वो सब में मत पड़ो. थोड़ा क्वालिटी आइटम रखो ताकि बिजनेस आपका लॉन्ग टर्म चलेगा.
ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വീഡിയോ കാണിക്കും, 70 രൂപ, 80 രൂപ, 100 രൂപ, അങ്ങനെയുള്ള കുറേ വീഡിയോകൾ ഇവിടെ ഇറക്കുന്നുണ്ട്. ആ വീഡിയോയിലെങ്കിലും പോയി ആരും കിടന്ന് ചെന്ന് പെട്ടുപോകരുത്. പെട്ടുപോകാന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പെട്ടുപോകും. അതിൽ ചെന്ന് ഇപ്പോൾ ഓരോരുത്തർ കണ്ടിട്ടില്ലേ, 70 രൂപ, 80 രൂപ, 90 രൂപ, അതിൽ ചെന്ന് ആരും പെട്ടുപോകരുത്. यथार्थത്തിൽ ഒരു സാരിയുടെ നല്ല ക്വാളിറ്റി ഉള്ള വില अगर थोड़ा सा क्वालिटी वाला साड़ी चाहिए जी तो जैसे कितने से स्टार्टिंग 150-160 रुपीज से आपको विद ब्लाउज विद पल्लू 6 मीटर प्लस लेंथ आएगा. तो आप जैसे एक बिजनेस में आराम से उसको अच्छे प्राइस पे सेल भी करेंगे और कस्टमर आपके पास रिपीट भी आएगा. യഥാർത്ഥത്തിൽ ഒരു ക്വാളിറ്റി ഉള്ള സാരികൾ 150-160 രൂപ മേപ്പോട്ടുള്ള സാരികളാണ് ക്വാളിറ്റി ഉള്ളത്. അതുപോലെ 6.10 तक ये अपना मिनिमम लेंथ है इधर और 6.1 to 6.30 വരെയുള്ള ലെന്തിൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. വിത്ത് ബ്ലൗസിലോട് കിട്ടുന്നതായിരിക്കും. അത് നിയമവാരിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. मलमल कॉटन पे जरी का चेक से साथ में और चिन्ह जैकार्ड का बॉर्डर आएगा दोनों साइड. चिन्ह बॉर्डर പിന്നെ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഒരു ഡിസൈൻ എന്തോ പേര് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിച്ചുവായിയുടെ പ്രിന്റ് വിത്ത് ജെറിയുടെ ബോർഡർ, അതുപോലെ തന്നെ ഇതിന്റെ മുന്താണി. ഇത് ബോഡി ഫുൾ ആണ്. ये इसका पल्लू रहेगा. ഇത് മുന്താണിയുടെ പോർഷനിലും ഈ ഒരു പിച്ചുവായിയുടെ ഡിസൈൻ प्रिंट आएगा और ये इसका ब्लाउज पीस आएगा पिंक कलर का कॉन्ट्रास्ट. हाँ तो अभी कॉन्ट्रास्ट बहुत ज्यादा ट्रेंड में चल रहा है कि कलर जो बॉर्डर और ब्लाउज पीस का कलर है उसके हिसाब से साड़ी रहता है. और इसमें भी आप देखोगे बुकलेट बॉक्स पैकिंग कॉम्बो ऐसा कंप्लीट 10 पीस आएगा. വേറെ കളർ വേറെ ഡിസൈൻ. ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് എപ്പം വിളിച്ചാലും ഈ കളക്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എന്നെ വിളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അന്നേരമുള്ള കളക്ഷൻസ് എടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ഈ വീഡിയോ എടുത്തു കാര്യങ്ങൾ എടുത്തു, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കാട്ടി മികച്ച കളക്ഷൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അന്നേരം എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അന്നേരം ലൈവായിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ലേറ്റസ്റ്റ് ചിലവരുണ്ട്. ഇന്നലെ ഞാൻ ഒരു ലേഡിക്ക് അത് സാധനം കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് വേറെ പല കളക്ഷൻ അവർ എന്നെ കാണിക്കാതെ ഇതൊക്കെ ഒളിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ സാരം ഇവിടെ ഓരോ മണിക്കൂർ एक घंटे के अंदर कलेक्शन बदलते जा रहे हैं. उसके लिए क्या करना पड़ेगा? वीडियो कॉल करके जो हैंड टू हैंड जो सिलेक्शन है जब तक आपको ग्रुप में ऐड हो सकते हैं उसके पहले तक थोड़ा आइडिया लगेगा कलेक्शन को. और जब रेडी है परचेज के लिए तो मेरे हिसाब से या तो विजिट करेंगे वो सबसे बेस्ट है. पर अगर आपका कम बजट है 20-30,000 में करना है तो उसके लिए 20-30,000 का एक्सपेंस करके आने का कोई मीनिंग नहीं है. सीधा लाइव परचेजिंग एक्सपीरियंस है. फोन पे सीधा नंबर चल रहा है, वीडियो कॉल करो और हैंड टू हैंड. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരെ തീർച്ചയായിട്ടും 20,000-30,000 രൂപയ്ക്കൊന്നും നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ടിക്കറ്റിന് തന്നെ എത്ര ആയാലും ഒരു 10,000 രൂപ അത്രയത്തില്ലേ. പിന്നെ ഹോട്ടൽ എക്സ്പെൻസീവ് പിന്നെ ടിക്കറ്റിന്റെ ചാർജ് ഇതെല്ലാം കൂടെ കൊടുത്ത് നമ്മളൊരു 20,000-30,000 രൂപ എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടമായിരിക്കും. അതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അന്നേരം എല്ലാം കാണിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ പൂർണ്ണമായിട്ടും സന്നദ്ധരാണ്. ഞാൻ നിങ്ങളെ ഏത് സഹായത്തും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ബൾക്കായിട്ട് ഒരു ലക്ഷങ്ങളുടെ ഓർഡർ ഒക്കെ ആയിട്ട് വരാണെങ്കിലാണ് നമുക്ക് ആ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇനി ഹോട്ടൽ കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്യാൻ അതിന്റെ കാര്യത്തിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരില്ലേ? തീർച്ചയായിട്ടും എന്താ വേണം അത് ഞാൻ കൊണ്ടുപോയി കാണിക്കുന്നു. आप केरला से आओ प्रिंस भाई, आपका यहाँ से आने से लेके जाने तक का कंप्लीट ध्यान रखेंगे. कहाँ आपको रहना चाहिए, कहाँ पे आप अच्छा स्टे, फूड मिलेगा, कौन सा बेस्ट. जैसे हम लोग साड़ी रखते हैं, उसके बाद काफी लोग फैब्रिक्स भी रखते हैं. കേരളത്തിലെ ഫുഡ് വേണോ? അത് ഞാൻ റെഡിയാക്കി. മലയാളി ഫുഡ് വേണോ? അത് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇനി വന്നാ മതി. വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ഹോട്ടലിൽ കൊണ്ട് എത്തിച്ചേരും. നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ അതുപോലെ വീട്ടിലിരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലത്തെ സാരീസ്. बिल्कुल नहीं, आप साड़ी नहीं भी ले रहे हो, कुछ और भी आपको लेना है जैसे साड़ी के अलावा, तो भी इतना पूरा है कि केरला से आए तो प्रिंस भाई पूरा मेक श्योर करेंगे. थान लेना है अच्छी जगह से ले, कुछ और भी लेना है हमारे पास नहीं, एक मैन्युफैक्चरर से लेंगे और प्रॉपर चीज वहाँ पे उनको मिलेगी. तो अगर केरला से आ रहे तो एक बार आदित्य नंबर कॉन्टेक्ट. ये नेक्स्ट टसर कॉटन पे रहने वाला है. प्योर टसर कॉटन पे. टसर कॉटन मटेरियल ऑटो सारी सॉफ्ट. ഈ ബോർഡറിന് എന്ത് പറയുന്നത്? ചിന്ന ബോർഡർ വിസ്കോസ്. ഈ ബോർഡർ ഇവിടെ ഒരു ത്രെഡിന്റെ ആണ് കേട്ടോ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. मलमल से भी सॉफ्ट उससे भी प्रीमियम कैटेगरी का वेराइटी है. और आप देखो इसमें भी आपको जैसे कि वेरा कलर वेरा डिजाइन है. तो जैसे आपको अभी 2-3 कैटलॉग दिखाए, सब में डिफरेंट है. इसका एक और बेनिफिट है कि इनको अलग अलग प्राइस में भी सेल कर सकते हो आप एक ही कैटलॉग. ഇതിപ്പോ ഒരു കാറ്റലോഗിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് നോക്കിയാൽ ഇത് വേറെ കാറ്റലോഗാണ്, ഇത് കാണിച്ച ഇത് വേറെ ടൈപ്പാണ്. ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് പടം കാണിച്ചിട്ട് തന്നെ നമുക്കിത്
സെയിൽ ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ ബോക്സ് ഒറ്റ കാറ്റലോഗ് മേടിച്ചാലും നമുക്ക് നഷ്ടമില്ല. അതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ലുക്ക്. ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ. ഇതിന്റെ കാണിക്കാം, ഇതിന്റെ ബോക്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ബോക്സ് ആയിട്ട് എങ്ങനെ വരുന്നുള്ളതും एक बार बॉक्स भी दिखाना पड़ेगा. हाँ, बॉक्स भी दिखा देंगे कैसे बैग पैकिंग आता है. पर उसके पहले जो आपका सुपर हिट सबसे ज्यादा जो अभी सेलिंग हो रहा है कादम्बरी पल्लू. ഇതിന്റെ കേരളത്തിന്റെ ആനയുണ്ട് കേട്ടോ. കാദംബരി പല്ലുവിന്റെ സാരിയോ? അടിപൊളി. पोस्टर दिखा देते हैं इसका. കാദംബരി പല്ലു. കാദംബരി പല്ലു ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിക്കണ്ടേ നമുക്ക്? എന്തായാലും ഫുൾ ലുക്ക് കാണിക്കാം. ഇതൊന്ന് കൊണ്ടുവരാം. ഇത് ഓപ്പൺ ചെയ്തോ. കൊണ്ടുവരാന്ന് പറയണ്ടേ? ഇവിടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് കാദംബരി പല്ലു. ബോക്സ് ആണ് കാണിക്കുന്നത്. ബോക്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ये बॉक्स पहले. हाँ, पहले बॉक्स ऐसे कंप्लीट 6 8 10 ऐसा കാദംബരി പല്ലു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാദംബരി പല്ലു വന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് കാദംബരി പല്ലു. കാദംബരി പല്ലുവിന്റെ സാരീസ്. ഇതില് ഒരു 10 ഡിസൈൻസ് വരും. 1 2 3 4 5 6 പീസ്. 6 പീസ്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ, ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പൊ പല കളേഴ്സ് പല കേരളത്തിലെ ഫേമസ് സാരിയാണ് ഇത്. ഓക്കെ, ഇനി रिपीट पे रिपीट बन रहा है अभी. ഇനി മേടിക്കുന്നവർക്ക് ആന ഫ്രീ ഉണ്ടോന്നും ചോദിച്ചോളല്ലേ. ആനര ഇത് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് बॉक्स कैसे कंप्लीट आएगा. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിന്റെ ഇങ്ങനെ ഒരു ബോക്സ് എടുക്കാം. ഈ ബോക്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ. പ്രീമിയം ബോക്സ് ആണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. दिखाने तो दो पहले. ഓക്കെ, ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. അപ്പം അടിപൊളിയായിട്ടൊരു സാരി തന്നെയാണിത്. ഇനി ये सारी है क्या? ये इसमें कलर्स है. वो ये वेरा कलर, वो वेरा कलर है. ऐसे टोटल 6 कलर रहेगा और एकदम शाइनी है. साथ में क्रश पैटर्न आता है और पल्लू पे ऐसा फैंसी टसल्स आएगा. पिचवाई प्लस कलमकारी फ्लावर के कॉम्बिनेशन पे बनता है. पिचवाई പല്ലുവിന്റെ പോർഷൻ പിച്ചുവായി. അത് കഴിഞ്ഞ ഇത് ബോർഡർ ഇത് വരുന്നത് कलमकारी पैटर्न. ഓപ്പൺ. ഈ ഒരു പോർഷനിലാണെങ്കിൽ കലംകാരി, ഇവിടെ ആണെങ്കിൽ പിച്ചുവായി കേട്ടോ. അതിന്റെ ഒരു ഫ്യൂഷൻ ആണ് ഈ ഒരു സാരി. कंप्लीट एकदम फैंसी चीज है. बिल्कुल ऐसा अभी फैंसी जैसे सीजन टाइम पे आपको अच्छा. അപ്പൊ അതിന്റെ തന്നെ സെയിം ഇതിന്റെ തന്നെ സെയിം കാദംബരി വേറെ കളർ എങ്ങനെയായിരിക്കും പാക്കിംഗ് വരുന്നത്? ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ എന്റെ ഫേവറേറ്റ് കൂടെ കാണിക്കാം. കോയമ്പത്തൂർ പല്ലു. അടുത്താണ് കോയമ്പത്തൂർ പല്ലു. കാദംബരി കാണിച്ച കേരളം കാണിച്ച തമിഴ്നാട്ടിലും കാണിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് കോയമ്പത്തൂർ പല്ലു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ സാരികളും. അടിപൊളി വെറൈറ്റിയാണ്, ഒരു രക്ഷയില്ലാത്ത വെറൈറ്റികളാണ്. ഇത് ഞാൻ കുറെ വിറ്റു കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ ഈ കാദംബരി പല്ല് കുറെ പോയിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന്. അതെ, അപ്പോൾ ഇത് കണ്ട ഓരോരോ ഡിസൈൻ ആണ് ഇങ്ങനെ വരുന്നത്. एकदम मस्त चीज है, बढ़िया चीज, सुपर लुक आएगा. पहनने के बाद बहुत अच्छा लुक आएगा. അടിപൊളിയായിരിക്കട്ടെ ഇതിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ സൂപ്പർ. ദിഖാദോ. വാവ്, ഇത് ഒരു സാരി നമുക്ക് ഓപ്പൺ ചെയ്ത് എന്തായാലും നോക്കാം. അതിലും ചെറുതായിട്ട് തിളക്കൊക്കെ ഉണ്ട്. ചെറിയൊരു ഫംഗ്ഷന് വരെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള സാരി. हाँ, ये सब फेस्टिवल स्पेशल साड़ीज है, या वेडिंग हो गया या फिर സ്പെഷ്യൽ ഒക്കേഷൻ വാലി സാരീസ്. മുന്താണിയിൽ അത്യാവശ്യം ഫുൾ ജെറിയുടെ വർക്ക് വരുന്നുണ്ട്. ഇതിൽ ഫുൾ ഫ്ലവേഴ്സ്, ചെറുതായിട്ടൊരു ഷൈനിങ്. ये सब मतलब ऐसे वीवर जो ये हम लोग वीविंग मिल में बनवाते हैं. तो ये सब जो मैं अभी आपको साड़ी दिखा रहा हूँ, मैं गारंटी से कहता हूँ मोनोपोली बेस पे मिलता है. तो आप हमसे लोगे तो आपके एरिया में और किसी के पास नहीं मिलेगा. एक मोनोपोली आइटम आपके पास रहेगी शॉप पे. ഇതിപ്പോ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ചില പ്രത്യേകതരം സാരികളാണ്. ഇത് നേമാവാരി മാത്രമേ കിട്ടൂ. അത്രയും പോരെ? നെമാരിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിന് ഇവിടുന്ന് കൊണ്ടുപോയാൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരുടെയും കയ്യിൽ കാണത്തില്ല ഈ സാരികൾ. അത് ഞാൻ 100% ഉറപ്പ് തരുന്നു. കാരണം നമുക്കിതൊരു പ്രത്യേക ഒരാടെ നിന്ന് ആണ്, പ്രത്യേക ഒരു മില്ലിൽ നിന്ന് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണിത്. नेक्स्ट ये भी केरला पे बहुत जाता है, बनारसी हैंडलूम सारीज. बनारसी हैंडलूम സൂപ്പർ സോഫ്റ്റ്. അതുപോലെ ഇത് സെൽഫ് ഡിസൈൻ ഉണ്ട് अंदर. हाँ, सेल्फ अंदर सेल्फ डिजाइन आएगा. जरी का ये पट्टा आएगा, ओरिजिनल जरी पट्टा एंड डिजिटल प्रिंट आएगा. ഇങ്ങനെ വരും. ഇതിന്റെ ലുക്ക് വരുമ്പോ ഇതായിരിക്കും കേട്ടോ ഫുള്ള്. ഇതിൽ എത്ര 6 പീസാ? 6 പീസ് വിത്ത് ബ്ലൗസ് അടക്കം വരും. പേരെന്തോ സാരിയുടെ? കോയമ്പത്തൂരാ. കോയമ്പത്തൂരും അനക്കട്ടിയൊന്നുമല്ല, ഇത് മോക്ഷ. मोक्षा पल्लू. मोक्षा पल्लू. ये तुम लोग एक एक नाम ऐसा रखते हो क्या? वेराइटी अलग अलग है तो नाम भी इसका. ഈ സാരി കൊടുത്താൽ മോക്ഷം കിട്ടും. എല്ലാം പാപമൊക്കെ. അതെ, ഇതിൽ ഞാൻ എപ്പോഴാ എന്റെ ഫോട്ടോ വരാ? നമ്മുടെ ഫോട്ടോ ഞാൻ തിരക്കിക്കൊണ്ടിരുന്നത്. എവിടെ ആയിരുന്നു നമ്മുടെ ഫോട്ടോ?
बड़ा फोटो उंडने मैं क्या बोल रही हूँ इसमें अभी कभी मेरा फोटो आएगा करके ऐसा पूछ रही थी आप जरूर जरूर अभी नेक्स्ट वॉल्यूम आएगा ना इनका फोटो शूटिंग के लिए बुलाना पड़ेगा അതാണ് ഞാൻ ഇതൊക്കെ കാണിക്കാനുള്ളത് എന്താ നിങ്ങൾ ഈ തരേണ്ട അവരുടെ അടുത്ത് കാണിക്കേ ഇനി അടുത്തത് എടുക്കട്ടെ സൂപ്പർ ഹിറ്റ് നെക്സ്റ്റ് വെറൈറ്റി പറഞ്ഞാൽ ഇതിന്റെ ലുക്ക് വരുമ്പോ ഇതായിരിക്കും ലുക്ക് അതല്ല ഉപ്പട പല്ലു ഇത് കന്നഡയാണ് കന്നഡ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം സാരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാ സ്റ്റേറ്റിലത്തെ സാരി സത്യം പറഞ്ഞ കൂടി ഉണ്ട് सब स्टेट का सारी यहाँ पे सब ऑल ओवर इंडिया का टेस्ट मिलेगा नॉर्थ ईस्ट साउथ वेस्ट कहीं से भी हो सब टेस्ट मिलेगा वीडियो कॉल की फैसिलिटी है सीओडी की फैसिलिटी बताई कि नहीं സിഒഡി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ആദ്യം ഒരു 3000 രൂപ തന്നാൽ മതി നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു കാര്യമുണ്ട് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം കുറച്ചെങ്കിലും എമൗണ്ട് ഇടണം ഇതൊരു ഹോൾസെയിലിലെ ഷോപ്പാണ് നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യും അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പം വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കൊന്നും പോകരുത് ആദ്യം 2000-3000 രൂപ ഇട്ട് തന്നിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും പിറ്റേന്ന് നിങ്ങൾ ബാക്കി പൈസ ഇട്ടാൽ മതി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ബാക്കി പൈസ ഇട്ടാൽ മതി പക്ഷേ ആദ്യം ഒരു ടോക്കൺ മണിയെങ്കിലും കുറച്ച് ഇടണം ഈ ടോക്കൺ മണി ചോദിക്കുന്നത് ഇപ്പൊ ഒരുവിധം ഇപ്പൊ എല്ലായിടത്തും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും ആദ്യം പൈസ ആ പൈസ നമ്മുടെ നഷ്ടമായി പോകും നമ്മൾ അവിടുന്ന് മേടിച്ചില്ലെങ്കിൽ അങ്ങനെയൊന്നല്ല ഇതെന്താ സംബന്ധിച്ചാൽ റീറ്റെയിൽക്കാർ ഇതുപോലെ ആദ്യം വിളിച്ചിട്ട് ഓരോ പീസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് ലാസ്റ്റ് അവർ പറയും ഞങ്ങൾക്ക് ഒരു പീസ് മാത്രം മതി അപ്പൊ അപ്പൊ അത്രയും സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വീഡിയോ കോൾ ചെയ്തിട്ട് ഒരു പീസും മതി അങ്ങനെ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോക്കൺ മണി അത് എന്താ പറയാ നമുക്ക് ഹോൾസെയിലേഴ്സ് ആണെന്നുള്ള ഒരു തെളിവിന് വേണ്ടി मिनिमम 15,000 ऑर्डर है इसमें सूट साड़ी कुर्ती ड्रेस सारा कुछ आपको यहीं पे एक मैन्युफैक्चरिंग प्राइस पे मिल जाएगा ओके इനി അടുത്ത കളക്ഷൻ नेक्स्ट सेलिब्रिटी कॉटन प्योर सेलिब्रिटी कॉटन साड़ी डिजिटल प्रिंट का ब्लाउज आएगा और अंदर इसमें भी आपको सेल्फ डिजाइन मिलता है वीविंग और ये इसका कैटलॉग आएगा इस टाइप से ओके ഇതായിരിക്കും കേട്ടോ ഇതിന്റെ ലുക്ക് വരുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സാരിയുടെ ലുക്ക് വരുന്നത് ഇത് ब्लाउज पीस आएगा डिजिटल प्रिंट का बॉर्डर पे थ्रेड वर्क अंदर वीविंग का वर्क आएगा कपड़े के अंदर ही है निकलेगा नहीं और प्लस यहाँ पे साटिन पट्टे का बॉर्डर आएगा ബോർഡർ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ ലുക്ക് ഒന്ന് നോക്കാം നമുക്ക് അടിപൊളിയായിട്ടുണ്ട് 20 मिनट हो गया बोल रहा है थोड़ा थोड़ा फटाफट कौन सा ढूंढना ये साड़ी दिखा आ गया हाँ തുടങ്ങട്ടെ ഇതിൽ തന്നെ കളേഴ്സ് വരുന്നുണ്ട് ഡിഫറെന്റ് പ്രിന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇനി ഒരെണ്ണം കൂടെ കാണിക്കാം ഇതാണ് സ്റ്റെർലിംഗ് എന്നുള്ള ഒരു സാരി ഇത് നല്ല സൂപ്പർ ആണ് സ്റ്റാർലിംഗ് സാരിയാണ് ഇത് നല്ല പ്ലെയിനിലാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് താണ്ട് ഇങ്ങനെ ഇരിക്കും ഇതാണ് ഇതിന്റെ ലുക്ക് ഇതാണ് ഇതിന്റെ ലുക്ക് ഉടുത്തു കഴിയുമ്പോൾ താണ്ട് ഇങ്ങനെ ഇരിക്കും पेडिंग मोस्ट पेडिंग का फैब्रिक पे कंप्लीट डिजाइनर ब्लाउज आ जाएगा ഇത് ഇതിന്റെ സാരിയാണ് വരുന്നത് ലുക്ക് വരുമ്പോൾ ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സൂപ്പർ ആയിട്ട് അതിന്റെ കളർ തന്നെ കാണിക്കാം ഇതന്നെ ഇത് 6 കളേഴ്സ് 6 കളേഴ്സ് വരുന്നുണ്ട് ഇനി ഞാൻ ഉടുത്ത സാരി ഒന്ന് കാണിക്കണ്ടേ നമുക്ക് തീർച്ചയായിട്ടും അതാണ് जो पहना है वो साड़ी വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പേര് വെക്കാം ഷെൽമി സാരീസ് എന്നോണെങ്കിലും വെക്കാം അങ്ങനെ വേണമെങ്കിലും ഫാബ്രിക് അടുത്ത പ്രാവശ്യം തൊട്ട് അല്ല ഇവിടെ സാരി ഉണ്ട് ഷെൽമി എന്ന് പറഞ്ഞ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത് പോയപ്പോ ആ പേര് അതിൽ ആ സാരിയുടെ പേര് ഷെൽമി എന്നാണ് പറയുന്നത് अभी से ये शेल्मी कॉटन ഇത് ഷെൽമി കോട്ടൺ ഓക്കേ मलबरी वैसे फैब्रिक मलबरी कॉटन है प्योर मलबरी कॉटन पे പക്ഷേ ഇന്ന് മുതൽ कैटलॉग से पहले जो मैंने पैकिंग कराया हो तो दिखा दो ये देखो ये बॉक्स पे भी आपको इसका डिजाइन आने वाला है साथ में और अंदर साथ में भी आएगा तो इसका जो सारे बॉक्स है वो अंदर साड़ी का प्रिंट साथ में आने वाला है അപ്പൊ ഈ ബോക്സിലാണെങ്കിൽ പ്രിന്റ് സാരിയുടെ ഏതാ ഉള്ളിലെന്ന് വെച്ചാൽ അതിന്റെ പ്രിന്റ് പുറത്തേക്ക് വരും അപ്പൊ സാരി ശരിക്കും ഇങ്ങനെയായിരിക്കും ഈ കാണുന്നത് ഫുൾ ത്രെഡിലാണ് വരുന്നത് കേട്ടോ ഫുൾ ത്രെഡും വർക്കിലാണ് ഒന്നും പ്രിന്റ് അല്ല ब्लैक स्पेशल रहे അതല്ല പറഞ്ഞ നമുക്ക് കൊടുക്കുമ്പോ കംഫർട്ടബിൾ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ആ കംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ചെറിയ ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി കൊടുക്കാൻ പ്രത്യേകിച്ച് ബ്ലാക്ക് പിന്നെ ശരിക്കുള്ള ലുക്ക് കണ്ട ഫുൾ ലുക്ക് पहनने के बाद कितना सुंदर लगेंगे आप देख सकते हो वही तो मैं बोल रही हूँ ब्लैक है तो फिर बोलने की जरूरत ही नहीं है കണ്ടോ ഇതാണ് ശരിക്കുള്ള ലുക്ക് വരുന്നത് എന്തിനു പറയണത് സാരി പോട്ടെ ഷർട്ട് വരെ ബ്ലാക്ക് ആണ് അപ്പൊ ഇത് ശരിക്കും ബ്ലൗസ് ഉള്ളിൽ അറ്റാച്ച്ഡ് ആണ് ബ്ലൗസോട് കൂടിയിട്ടാണ് ഈ ഫ്ലീറ്റ് വന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ
പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസും പാവാടയും ഒക്കെ ഇവിടെ തന്നെ. और इसी सेम में व्हाइट बेस पे चाहिए तो सेम पैटर्न पे आपको व्हाइट कलर में भी मिल जाता है. ब्लैक एंड व्हाइट स्पेशल एडिशन ये 2 बनाया है. सेम फैब्रिक है, इसमें ब्लैक कॉमन है, इसमें व्हाइट कॉमन. വൈറ്റ് കോമൺ അങ്ങനെയാണ് ലുക്ക് വരുന്നത്. എന്തായാലും ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്, വിൽക്കാനും എളുപ്പമാണ്. ഇതെല്ലാം കാണിക്കാൻ കാന്താപ്പല്ലു. ഓ കാന്താപ്പല്ലു. കാന്താ ആ പാട്ടിന്റെ നിങ്ങളുടെ തൃശ്ശൂർ ഒരു ഫേവറേറ്റ് പാട്ടാണ് തോന്നുന്നത്. ये कतान सिल्क फैब्रिक बहुत ज्यादा अभी ट्रेंड में है, बहुत ज्यादा डिमांड रहता है. फेस्टिवल तो फेस्टिवल ये पूरा सब बॉक्स पैकिंग अच्छा है, पैकिंग के साड़ी है. कतान सिल्क के फैब्रिक पे आपको ऐसा पूरा डिजिटल प्रिंट और विविंग का अंदर का पैटर्न आएगा पूरा. പട്ടുസാരിയുടെ ഒരു ഫീലിംഗ്. പട്ടുസാരിക്കാട്ടി മികച്ച ഫീലിംഗ്. उससे बड़ी मतलब कोई घर से भी कर रहा है तो ये सब साड़ी आप इजीली 1000 प्लस 1200-1500 में इजीली सेल कर सकते हैं. और अच्छा शोरूम है तो और अच्छा उस पे अर्निंग वाले आइटम्स बोलते हैं ना, जो वो वाले सब आइटम. ഇനി അടുത്തത് വേറെ കാണിക്കാം നമുക്ക്. ഇതും കൂടെ നമുക്ക് കാണിച്ചിട്ട് ഇത് ഇതെന്താണ് പേര് ഇരിക്കുന്നത്? സമ്പ്രദാ പല്ലു ആണ് ഈ സാരി. ഓക്കെ, ഇത് ആക്ച്വലി ലുക്ക് വൈസും അടിപൊളിയാണ് കേട്ടോ, ഫീലിംഗും ഈ അടിപൊളി. കാണിച്ച ഓരോരോ സാരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിവലിന്, നമ്മുടെ ഫംഗ്ഷൻസ്, അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ സാരികളാണ് ഇതെല്ലാം. കുറച്ച് പ്രീമിയം ആണ്. പ്രീമിയം എല്ലാരും ഈ പട്ടുസാരി കാഞ്ചിപുരം അത് ഇതൊക്കെ തെരഞ്ഞു നടക്കണേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ടൈപ്പ് എടുക്കുന്നതായിരിക്കും. ഇത് पूरा साड़ी है, ये ब्लाउज पीस, ബ്ലൗസ് സ്ലീവിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. गोल्डन बुटीस. അതെ, അതും വലിയ പ്രിന്റ്, സൂപ്പർ सॉफ्ट फैब्रिक एंड प्रीमियम डिजाइन. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ ബോക്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ? യെസ്, ഒന്ന് പോയി നോക്കിയാലോ. നമുക്ക് ബോക്സ് एक बार दिखा देते हैं. ബോക്സ് बाकी वैरायटी तो अभी समझो हम लोगों ने 5% भी नहीं दिखाया है. इसी के लिए वो नंबर चल रहा है तो आपको कितना सारा कैटलॉग्स है, सब ऐसा पार्सल टू पार्सल आप घर बैठे बैठे सेल कर सकते हैं. ये पार्सल जा रहा है, ये पार्सल जा रहा है. ये प्रिंस भाई ने ऑर्डर लिया था पालकाड से. പാലക്കാട് का പാർസൽ. പാലക്കാട് പോവാനുള്ള സംഭവമാണ്. എന്തായാലും അത് പാലക്കാട് പോട്ടെ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിക്കണ ഇവിടെ സാധനങ്ങളുണ്ട് മുഴുവൻ. ये पट्टू सेक्शन का बॉक्स है और भी मतलब वेराइटी में कॉन्सेप्ट में कहीं कोई कमी नहीं. എല്ലാം കൂടെ നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഫുൾ ബോക്സിന്റെ ആണ്. ഇവിടെ കുറച്ച് എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പട്ടുസാരി വേണോ? പട്ടുസാരി വേണമെങ്കിൽ പട്ടുസാരി, ആ സെക്ഷൻ പട്ടുസാരി വേണമെങ്കിൽ നമ്മൾ ഉടനെ ഈ ബോക്സ് കൊണ്ടുവന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ കാണിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഈ പല്ലു, കോയമ്പത്തൂർ പല്ലു, അങ്ങനെയുള്ള ടിഷ്യൂ സാരികളാണോ? നിങ്ങൾക്ക് ആ സെക്ഷനിലോട്ട് കൊണ്ടുപോകും. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഈ നോർമൽ സാരികളാണോ? അതായത് പൂനം, ഇസ്കോ ക്യാ ബോൾത്തെ പൂനം സാരി, അതും ഇവിടെ അവൈലബിൾ ആണ്. പൂനം സാരി 165 രൂപ ഇവിടെ അവൈലബിൾ ആണ്. അത് ഏത് ടൈപ്പ് ഡെയിലി വെയർ സാരികൾ എന്ന് പറയുന്നത് ഇത് മൊത്തം ഡെയിലി വെയർ സാരികളാണ്. ഇനി സാറ്റിൻ പട്ടയുടെ സാരികൾ വേണോ? ജപ്പാൻ ക്രേക്ക് വേണോ? എന്തോ സാരി വേണമെങ്കിലും നിങ്ങൾക്ക് നിയമവാരിയിൽ അവൈലബിൾ ആണ്. ഇനി ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡും എന്തോ വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വെറൈറ്റീസ്. ഈ സൈഡ് കൂടാണ്ട് ഈ ഒരു സൈഡും ഉണ്ട് കേട്ടോ തുണിയിലെ. ഒരു മിനിറ്റ് ഇവിടെ ഒരു വേറൊരു സംഭവം ഉണ്ട്. समर के हिसाब से लाए हैं. ഇത് സമ്മർ കോട്ടൺ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. സമ്മർ കോട്ടൺ पूरा एक वीडियो बना सकते हैं. हमारे पास इतना सारा वेराइटीज है. ഒരു വീഡിയോ एक ही वीडियो थोड़ी है. एक वीडियो में 1% कवर हो सकता है. കാണുക. അത് ഇതുപോലെ തന്നെ ഇത് ചുങ്കുടി ടൈപ്പുള്ള സൂപ്പർ ഹിറ്റ് സാരികളാണ് ഇവിടെ ഉള്ളത്. ഈ ഇരിക്കുന്നത് മൊത്തം എന്ന് പറയുന്നത് ആ ഒരു സെക്ഷനിലാണ്. ഓക്കെ, ഇതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം നമുക്ക്. അതായിരിക്കും നല്ലത്. ഇപ്പൊ ഇത് നമുക്ക് അടുത്തത് കിടക്കാം. അടുത്തത് നോക്കണെങ്കിൽ ബോക്സ് പാക്കിംഗ് മാത്രമല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? स्टार्टिंग रेट कितना मतलब टोटल ओवरऑल? टोटल जैसे अगर विदाउट ब्लाउज चलेगा तो 78 रुपीज से स्टार्ट हो जाता है और विद ब्लाउज मिक्स में चाहिए तो 120 रुपीज से. അപ്പോൾ 120 ആണ് സാരിയുടെ റേറ്റ് വരുന്നത്. അതും വിത്ത് ബ്ലൗസോട് കൂടി. വിത്തൗട്ട് ബ്ലൗസ് ആണെങ്കിൽ 78 रुपीज. അപ്പൊ ഈ ബാക്കിൽ കാണുന്നത് മൊത്തം ഇതുപോലെ സാരീസ് ഒക്കെ साड़ीज बंदर वर्क और ये सब बता तो दिया. अभी कहाँ पे आना है? प्रिंस भाई के पास आने के लिए कहाँ पे आना है? നമ്മൾ സഹാറ ദർവാജ നമ്മൾ പറഞ്ഞല്ലോ, സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട്, ഒന്നും വേണ്ട, എന്നെ നിങ്ങൾ വിളിച്ചാൽ മതി. എന്നാലും ഞാനൊന്ന് പറയാം. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ होगा, मुश्किल से 1 किलोमीटर होगा. 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്ററിന് നിങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ സഹാറ ദർവാജ പോലീസ് ചോക്കിയിലെത്തും. പോലീസ് ചോക്കിയുടെ അവിടെ എത്തിയതിന് ശേഷം അവിടെ തൊട്ടപ്പുറത്തൊരു കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ അവിടെ വന്നിട്ട് പക്ഷേ ഈ നിങ്ങൾ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയാം, എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തോ സൗകര്യം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. എയർപോർട്ട് ആണെങ്കിൽ എയർപോർട്ട് കുറച്ച് ദൂരം, दोनों में पिकअप एंड ड्रॉप का फैसिलिटी है. तो एक दिन आने से पहले कांटेक्ट करेंगे तो क्या डायरेक्ट आप आएंगे, ब्रोकर वाले कोई इशू नहीं आएगा. ഇവിടെ വന്നാൽ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഇപ്പൊ ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് ബ്രോക്കർമാരാണ് 30 rupees 30 40 എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് പോകും. ദൈവത്തെ ഓർത്ത് അതിലൊന്നും ചെന്ന് ചതിപ്പെടരുത്. വേറെ കാര്യം കൂടെ
ഞാൻ പറയാം. ഇങ്ങനെ ഒരിടത്ത് ഞാൻ കടയുടെ പേര് പറയുന്നില്ല, ഒരിടത്ത് പോയി ഒരു മലയാളി ഇങ്ങനെ പെട്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു, പ്രിൻസേട്ടാ പ്ലീസ്, അത് നമ്മൾ അറിയപ്പെട്ടൊരു മലയാളിയാണ്, എറണാകുളത്തുള്ള ആലുവയിലുള്ള ആ മലയാളി എന്നെ വിളിച്ചിട്ട്, പ്രിൻസേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോറ്റി, അതൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്, എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു ഞാനത് പോയി സംസാരിക്കാം. അവിടെ പോയി സംസാരിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവന്മാർ നീ ആരാ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിഷയങ്ങളുണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പോയി ഇടപെടാതിരിക്കാൻ ഞാനിവിടെ ഉണ്ട്. നമ്മളെ വിളിച്ചാൽ മതി, നമ്മളിവിടെ വിളിച്ച വിശ്വസ്തോടുകൂടി. പെട്ട് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. സൂറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ട് കഴിഞ്ഞിട്ട് വിളിക്കരുത്. നിങ്ങൾ പെടുന്നതിനെക്കാട്ട് മുമ്പേ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഇവിടെയുള്ള സാധനങ്ങൾ കാണാം, ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. നമുക്ക് വേറെ ഷോപ്പുണ്ട്, എനിക്ക് അറിയപ്പെടുന്ന നമ്മളെ വിശ്വാസമുള്ള ഷോപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഷോപ്പിലോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തു തരാം. ധൈര്യമായിട്ട് നിങ്ങൾ പോകാം. ഞങ്ങളുണ്ട്. അനിൽഭായ്, നമ്മുടെ മായങ്ക്ഭായിയുടെ ഫാദർ ഉണ്ട്, അനിൽഭായ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. നമ്മളോട്ട് ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഏത് ഷോപ്പാണെന്ന് അവിടെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാനുഫാക്ചറിന്റെ അടുത്തേക്ക് മാനുഫാക്ചറിന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പ് ചെയ്യിപ്പിക്കും. നമുക്ക് യാതൊരു വിധമായ ഇതൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് മായങ്ക്ഭായിയുടെ ഫാദറായ അനിൽഭായി ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ത്രൂവിൽ വേണം ഇങ്ങനെ പോയി ഇവരായിട്ട് പോകാൻ വേണ്ടി. ഡയറക്റ്റ് പോയാൽ എന്തായാലും നിങ്ങൾ ചതിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആരും ഡയറക്റ്റ് പോലും നേരെ വരുന്നത്. വീണ്ടും പറയണം, ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വരാം, അല്ലാത്തവർക്ക് ഓൺലൈൻ വഴിക്കായാലും മേടിക്കാം. ഇപ്പോൾ ചെറിയ എമൗണ്ടിന്റെ ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ വഴി മേടിച്ചാൽ മതി. കുറച്ച് കൂടുതൽ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് മേടിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. और मलयालम में 2 बात बोलने के बाद बाय बोलते हैं. मैं क्लोज कर देता हूँ. नन्नी नमस्कार. बाय बाय बाय.